PJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതി കണക്ഷൻ പോലെയാണ്. ഈ കണക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് കണക്ഷൻ ശരിയാവുന്നതോടുകൂടിയാണ് വെളിച്ചം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബന്ധങ്ങൾ ശരിയാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ്റെ യുക്തിയും ഭക്തിയും വികാര വിചാരങ്ങളുമൊക്കെ ശരിയായി കണക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജീവിതം താളം തെറ്റുന്നുള്ളതാണ്. അത് യുക്തിയാണെങ്കിലും ഭക്തിയാണെങ്കിലും വികാര വിചാരങ്ങളുമൊക്കെ അങ്ങനെയാണ്. അത് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ആ ഒരു പഴയ കാലത്തെ യുക്തി ചിന്തയെ യഥാർത്ഥത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്ന കാര്യം കൂടി പറയാനാണ്. പക്ഷേ അതിന് ശരിയായ കണക്ഷൻ ഏത് യുക്തി ചിന്തയ്ക്കാണെങ്കിലും അല്ല ഭക്തിക്കാണെങ്കിലും വികാര വിചാരങ്ങൾക്കാണെങ്കിലും അത് ശരിയാവുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ പിന്നെ ജീവിതത്തിന് അർത്ഥം കൈവരും. ഇപ്പോൾ മനുഷ്യരിൽ വ്യത്യസ്ത വികാര വിചാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ മനുഷ്യരിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വികാരം, ഇപ്പോൾ കാരുണ്യം, അതുപോലെ ബഹുമാനം, ആദരവ്, പിന്നെ ആരാധന, ഇങ്ങനെ വ്യത്യസ്ത വികാരങ്ങളുണ്ട്, പ്രേമം. ഇതെല്ലാം ഒരു ശരിയായ രീതിയിൽ കണക്റ്റഡ് ആവുന്നതോടു കൂടിയാണ് ജീവിതം അർത്ഥവത്താവുക. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മനുഷ്യനിൽ നിലനിൽക്കുന്ന വികാരങ്ങളിൽ ഏറ്റവും ഉയർന്ന വിധേയത്വ വികാരം എന്ന് പറയുന്നത് ആരാധന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരാധന എന്ന് പറയുന്ന ഉയർന്ന വികാരത്തെ എന്തിനോട് കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്നത് എന്താണോ, വലുതെന്താണോ അതിനോടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ കാരുണ്യം നമ്മൾ കുട്ടികളോട് കാണിക്കും, കുട്ടികളോട് കാരുണ്യം കാണിക്കും. അതേസമയത്ത് നമ്മളൊരു നേതാവിനോട് കാണിക്കുന്നത് ആദരവാണ്, അല്ലെ ഒരു അധ്യാപകനോടൊരു ബഹുമാനം. ഇങ്ങനെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതിൽ സ്ഥാനം തെറ്റിയാൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്ന ഈ ഏറ്റവും ഉയർന്ന വിധേയത്വ വികാരത്തെ എന്തിനോട് കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും വലുതെന്താണോ മനുഷ്യൻ്റെ മുമ്പിൽ അതിനോട്. ഏറ്റവും വലുത് യഥാർത്ഥത്തിൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ്. കാരണം മനുഷ്യൻ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടാവാണ്. അപ്പോൾ സൃഷ്ടാവായ ദൈവമാണ് സൃഷ്ടിയായ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും വലുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആരാധനാ വികാരത്തെ കണക്ട് ചെയ്യേണ്ടത് ദൈവത്തോടാണ്. അപ്പോൾ മനുഷ്യനിൽ അത് വേറൊരു തലത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാവും. അപ്പോൾ മനുഷ്യനിൽ നിലനിൽക്കുന്ന മറ്റൊരു വികാരമാണ് പ്രേമം. ഇത് എന്തിനോട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇപ്പോൾ ഭാര്യയോട് പ്രേമം കണക്ട് ചെയ്യണം, അതുപോലെ ഭർത്താവിനോട്. പക്ഷേ അത് അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് പാടില്ല. കണക്ഷൻ പഴയ്ക്കുന്നതോടുകൂടി പക്ഷേ ഈ കണക്ഷൻ തെറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സമ്മതമുണ്ടെങ്കിൽ അവിടെയും കണക്റ്റ് ആവാം, ഇത് ശരിയല്ലെന്ന്. കാരണം അത് കുടുംബത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കണക്ഷൻ തെറ്റുമ്പോൾ എന്തായിരിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് നന്മയോട്, പിന്നെ സുഹൃത്തുക്കൾ, എല്ലാത്തിനോടും സൗഹൃദം, ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ശരിയായ കണക്ഷനാണ്. ഇപ്പോൾ നല്ലൊരു മനുഷ്യനോടൊരു സുഹൃത്ത്, നന്മയോട് സൗഹൃദം. അതേസമയത്ത് വർഗീയവാദിയോടൊരു സൗഹൃദം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം തന്നെ യഥാർത്ഥത്തിൽ എന്താണ്, വെറുക്കപ്പെടേണ്ടതിനോടും എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്, ഈ കണക്ഷൻ ശരിയാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.